നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഒരു സാധനം ഇതാണ്. വൈക്കത്തുനിന്ന് ഒരു ചേട്ടൻ അയച്ചിരിക്കുന്ന രാധാകൃഷ്ണൻ എന്നുള്ള പേരിൽ ചേട്ടൻ. ചേട്ടൻ ഒരു സാധനം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഫോൺ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടാണ് ചേട്ടൻ അയച്ചു കേട്ടോ. ഇതാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന സാധനം. സാൻട്രോ, ഒരു റേഡിയോ. അപ്പോൾ ഇത് ഒരു ഫ്രണ്ടിലേക്ക് കൊടുത്തായിരുന്നു നന്നാക്കാൻ. പുള്ളി ആ ബാൻഡിൻ്റെ ട്യൂണിങ്ങിൻ്റെ അതൊക്കെ മാറ്റി വേറെ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അയച്ചു തന്നേക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ അയച്ചു. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കാം. അപ്പം തുറന്ന പി സി ബി തുറന്നപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. ട്രാൻസ്ഫോമറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾക്ക് കറണ്ടേ കുത്തി കേൾക്കാവുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് വിടിയിപ്പിച്ചിട്ട് ആ ബാക്ക് കേസ് അങ്ങ് മാറ്റിയിട്ട് നമുക്കൊരു സപ്ലൈ കൊടുത്ത് അതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം ഇതിൻ്റെ ഞാനൊരു ബാറ്ററി, സാധാരണ നമ്മുടെ ബാറ്ററി എപ്പോഴും റേഡിയോയ്ക്ക് നല്ലത്. നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ ചിലവ് തന്നെ ആകുന്നുള്ളൂ. ഒരു ചാർജിങ് സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അത്രയൊക്കെ പൈസ ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ബാറ്ററി നമുക്കൊന്ന് കൊടുത്ത് ഇതിൻ്റെ അവസ്ഥ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ. ഞാൻ സപ്ലൈ കൊടുത്ത് ഒന്ന് ഓണാക്കി നോക്കുവാണേ. ഞാൻ എടുത്തിട്ടുണ്ട്. നെഗറ്റീവാണ് സ്വിച്ച് വഴി കയറ്റി ഇറക്കി വിട്ടിരിക്കുന്നത് കേട്ടോ. ഓണാക്കും ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദവും കേൾക്കുന്നില്ല ഇതിനകത്ത്. അപ്പം നമുക്ക് ആ വോൾട്ടേജ് ഒന്ന് നമുക്ക് നോക്കണം. വോൾട്ടേജൊക്കെ ഉണ്ട്, നമുക്ക് ഡ്രോപ്പായി പോകുന്നില്ല. അപ്പം ഐ സി ഹീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ ഇത്രയും സമയം കൊണ്ട് അത് ഹീറ്റാവും. അപ്പോൾ ഐ സിക്ക് ഹീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വോൾട്ടേജ് ഡ്രോപ്പ് ആക്കാവുന്നതുകൊണ്ട് ഐ സി ഉൾവശം ഷോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ സപ്ലൈ നടന്ന് നോക്കുമ്പോൾ സ്പീക്കറിൻ്റെ നെഗറ്റീവിലും പോസിറ്റീവിലും കൊടുത്ത് നോക്കാം. കാരണം പി സി ബിയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതുണ്ടോ, അപ്പം നിങ്ങൾക്ക് നോക്കിയപ്പോൾ മനസ്സിലായല്ലോ, പി സി ബിയിൽ ആ സപ്ലൈ വരുന്നില്ല. അപ്പോൾ ഇതിനുള്ളിൽ അടിവശത്ത് എന്തോ പ്രശ്നമുണ്ട്. പുള്ളി അയച്ചു തന്ന അതേ വിധത്തിൽ തന്നെ ഞാനിത് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിപ്പം ഇതുണ്ടോ, ഒരു വയർ അകത്തുനിന്ന് വിട്ട് കിടപ്പുണ്ട്, നെഗറ്റീവ് വയർ. പി സി ബിക്ക് ഉള്ളിലോട്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കില്ല. അപ്പോൾ സ്പീക്കറിൻ്റെ നെഗറ്റീവിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് കിട്ടും. കറക്റ്റായിട്ട് നമുക്ക് നോക്കാം. കാരണം സ്വിച്ച് വഴി കയറ്റി ഇറക്കിയത് നെഗറ്റീവ് ആണല്ലോ. ഇനി നമുക്ക് ഈ പി സി ബി ഒന്ന് ഊരി എടുത്തിട്ട് നമുക്ക് ആ വിട്ടുപോയ ആ നെഗറ്റീവ് കണക്ഷനൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് ഓണാക്കി നോക്കാം. ചിലപ്പം മറ്റാരെങ്കിലും നോക്കിയതോ ആ ചേട്ടൻ നോക്കിയതോ ഒക്കെ ആയിരിക്കും. അപ്പോൾ കുഴപ്പമില്ല. ഇതാണ് ആ ചേട്ടൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തൊരു ഗ്യാങ് തിരിക്കാനുള്ള സെറ്റപ്പൊക്കെ കൂട്ടുകാരുണ്ടാക്കി തന്നെന്ന് പറഞ്ഞ് കൊള്ളാം. നമുക്കിപ്പം എന്താണെങ്കിലും അതിൻ്റെ ഫംഗ്ഷൻ നടന്നാൽ മതി, എന്ത് സാധനം വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ആ നെഗറ്റീവ് കണക്ഷൻ കൊടുത്തിട്ടൊന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, ടപ്പ് ടപ്പ് എന്നൊരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഞാനത് ക്ലോസ് ആക്കി ഒന്ന് കേൾപ്പിച്ച് തരാവേ. കണ്ടോ, ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ശബ്ദം സാധാരണ നമുക്ക് സപ്ലൈ കൊടുത്തിട്ടും ഈ ശബ്ദമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും എ എമ്മിൻ്റെയോ എഫ് എമ്മിൻ്റെയോ ഒരു നോയ്സാണ് നമുക്ക് കേൾക്കേണ്ടത്, ആമ്പിൻ്റെ ഔട്ട്പുട്ടാണ് കേൾക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഔട്ട്പുട്ടൊന്നും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. കണ്ടോ, നമുക്ക് ആ സെൻറ്റർ പിന്നിൽ തൊട്ട് നോക്കുമ്പം ആംപ്ലിഫയറിൻ്റെ ആ ഒരു ഹമ്മിങ് സൗണ്ടൊന്നും നമുക്കിതിനകത്ത് ഇപ്പോൾ കിട്ടുന്നില്ല, ഒരു ഡിസ്റ്റോർഷനും കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ടോ, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഇതിനകത്ത് സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതാണ് ഒരു പ്രശ്നം കാണുന്നത്. അപ്പോൾ ചേട്ടൻ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്ന് നോക്കിക്കൊള്ളുക. അപ്പോൾ ഇതിൻ്റെ കണക്ഷനകത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം ആരാണ് കൊടുത്തതെന്ന് അറിയത്തില്ല. ആരെങ്കിലും ചേട്ടൻ നോക്കിയതോ അല്ലെങ്കിൽ ചേട്ടൻ്റെ കമ്പനിക്കാരെല്ലാം നോക്കിയതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്ന കപ്ലിംഗ് കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ടാണ് നമ്മുടെ കൺട്രോളിൻ്റെ സെൻട്രൽ പിന്നും കൊടുത്തിരിക്കുന്നത്. അതായത് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലും പോസിറ്റീവിലും ആയിട്ടാണ് സ്പീക്കർ വയറും വോളിയം ഔട്ട്പുട്ട് വയറും കൊടുത്തിരിക്കുന്നത്. മീൻസ് ഞാൻ പറഞ്ഞത് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് സെൻട്രൽ പിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താ അങ്ങനെ കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം പിൻ നമ്പർ വല്ലതും മാറിപ്പോയതായിരിക്കാം. അപ്പോൾ ആരാണെന്ന് നമുക്ക് ചേട്ടനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ അങ്ങനെ കണക്ഷൻ കൊടുത്തത്. അപ്പം പെട്ടെന്ന് റേഡിയോ ആരെങ്കിലും നോക്കിയത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഐ സി ഒന്നും പറിച്ച് മാറാതെ, ഇങ്ങനെ ടപ്പം സൗണ്ട് കേൾക്കുമ്പോൾ ഐ സി ഒന്നും പറിച്ച് മാറാതെ ഈ കണക്ഷനൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള AF കൊടുക്കാം, ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ വോയിസ് കേൾക്കുന്നുണ്ട്. ഓക്കെ, അല്ല
ഇനിയിപ്പോൾ നമുക്ക് കണക്ഷനൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടതുകൊണ്ട് നമുക്കിനി ആൻറ്റിന കൊടുത്തിട്ടൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. നമുക്ക് ഏതെങ്കിലും സ്റ്റേഷൻസ് റിസീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം നമുക്ക് അടിപൊളിയായിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പം ചേട്ടൻ്റെ പ്രശ്നം ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ റോങ് ആയിരുന്നു. അതായത് 220 അല്ലെങ്കിൽ 470 കപ്പാസിറ്റർ നെക്രോസ് ആയിരുന്നു കണക്ഷൻ കൊടുത്തിരുന്നത്. അത് കുഴപ്പമില്ല, അത് ചേട്ടൻ ചെയ്ത് നോക്കിയതാണെങ്കിലും കുഴപ്പമില്ല. കാരണം അങ്ങനെ ചെയ്താലേ നമുക്കത് അതിൻ്റെ കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ പിൻ ഔട്ട് ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ AM ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം AM കറക്റ്റായിട്ട് നമുക്കത് സ്വിച്ച് ആകുന്നില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് സ്വിച്ച് ക്ലീൻ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നമുക്ക് ഓണാക്കി നോക്കുമ്പോൾ AM കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം ക്ലിയറായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, സമൂഹത്തിന് നല്ലതായിരിക്കുമോ ഇന്ന് ഇതേക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രശ്നമില്ലാതെ നമുക്ക് സ്റ്റേഷൻസൊക്കെ കിട്ടുന്നുണ്ട്. വേറെ കമ്പോണൻറ്റുകൾക്കൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇതായിരുന്നു ചേട്ടൻ്റെ ആ റോങ് കണക്ഷൻ വന്നിരുന്നത്. സെൻറ്റർ പിന്ന്, കൺട്രോളിൻ്റെ സെൻറ്റർ പിന്ന് കപ്പാസിറ്ററിൻ്റെ ഔട്ട്പുട്ടിനാണ് എടുത്തിരുന്നത്. പക്ഷേ അത് കപ്പാസിറ്ററിൻ്റെ ഔട്ട്പുട്ടല്ല കേട്ടോ, അത് 27 നമ്പർ പിന്നിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. 27 5 നമ്പർ പിന്നിൽ നിന്ന്. 5 നമ്പർ പിന്ന് ഇതാണ് കേട്ടോ. 5 നമ്പർ പിന്ന് വോളിയം, 27 നമ്പർ പിന്ന് VCC, പിൻ നമ്പർ 28 സ്പീക്കർ. അപ്പോൾ സ്പീക്കറും ഈ 5 നമ്പർ പിന്നും 28 നമ്പർ പിന്നും വരുന്ന കപ്പാസിറ്റർ നെക്രോസ് ആയിരുന്നു ചേട്ടൻ കണക്ഷൻ കൊടുത്തിരുന്നത്. അത് പ്രശ്നമില്ല, സപ്ലൈ ഒന്നും തിരിഞ്ഞ് പോകാത്തതുകൊണ്ട് PCBക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രശ്നം. നമ്മുടെ സെറ്റ് ഓണായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്ഷൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നതിലുള്ള പ്രശ്നം കൊണ്ടൊക്കെ ഇങ്ങനെ റേഡിയോ നമ്മളെ കിട്ടി കഴിഞ്ഞാൽ ആവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡേറ്റ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എല്ലാ ICയുടെ നമ്പർ അടിച്ച് ഡേറ്റ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ ആ കണക്ഷൻ കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് AM മൊത്തത്തിൽ മടുപ്പായിരിക്കും ഈ 5 ബാൻഡ് ഈ ടൈപ്പ് റേഡിയോയിൽ. ഫെറൈറ്റിന് കുറച്ച് ഈ ലെങ്ത് കുറച്ച് നീട്ടി കൊടുക്കുകയാണെങ്കിൽ, ഫെറൈറ്റിന് ലെങ്ത് കുറച്ച് ലെങ്ത് നിങ്ങളുടെ കയ്യിൽ സ്പെയർ ഫെറൈറ്റ് ഇരിപ്പുണ്ടെങ്കിൽ ഗമ്മിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ സൗണ്ടിന് നിങ്ങൾക്കൊരു വ്യത്യാസം നിങ്ങൾക്ക് നല്ലതായിട്ട് AM കേൾക്കുന്നവരുണ്ടെങ്കിൽ, വേണ്ടവരുണ്ടെങ്കിൽ ചെയ്താൽ നല്ല ക്ലിയർ ആയിട്ടുള്ളൂ. ചേട്ടൻ്റെ ആൻറ്റിനയൊക്കെ ഭയങ്കര മടുപ്പാണ്. ഇതിനകത്ത് പ്രോഗ്രാം പിടിക്കാൻ നോക്കരുത്, ഒരു എക്സ്റ്റേണൽ ആൻറ്റിന വെച്ച് കൊടുക്കണം. അതുകൊണ്ട് അവിടെയൊക്കെ ഒടിഞ്ഞിരിക്കുക. അപ്പോൾ ഞാനതൊന്ന് സോൾഡർ ചെയ്തൊക്കെ സെറ്റാക്കി വിട്ടേക്കാം. ഞാൻ പുറകിൽ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്താണെങ്കിലും ഒരു സോക്കറ്റൊക്കെ മേടിച്ച് ഒരു റീചാർജ് ബാറ്ററിയൊക്കെ മേടിച്ച് ചെയ്യാനുള്ള സ്ലോട്ടൊക്കെ കിടപ്പുണ്ട്, ചെറിയ പോയിൻ്റൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യാൻ പറ്റും. ഉണ്ടോ, ആ പോയിന്റിൽ ഒരു ചാർജർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ട്രാൻസ്ഫോമറൊക്കെ ഒഴിവാക്കി മ്യൂച്വൽ ഇൻഡക്ഷൻ കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഇൻ്റർഫറൻസൊക്കെ FM-ൽ ഉണ്ടാകുന്ന അതൊക്കെ ഒഴിവാക്കി എടുക്കാൻ പറ്റും. നമ്മളെ വീഡിയോ മുമ്പ് കിടപ്പുണ്ട് ബാറ്ററി ചെയ്യുന്നതിൻ്റെ. ഏത് റേഡിയോ നമുക്ക് ബാറ്ററി ആക്കാവുന്നതിന്. അപ്പം നല്ലൊരു ആൻറ്റിന കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചേട്ടന് പ്രോഗ്രാം കിട്ടുന്നതാണ്. അപ്പം ട്യൂണിങ് LED ഒക്കെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ട്യൂണിങ് LEDയുടെ പിൻ നമ്പർ ആരുടെയും കണക്ഷനൊക്കെ ഇതുപോലെ പോവുകയാണെങ്കിൽ ഒന്ന് ഓർത്തിരുന്നത്. പിൻ നമ്പർ 20 ട്യൂണിങ് LEDയുടെ നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ വളരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടോ ഈ ആൻറ്റിന വളരെ മടുപ്പായിട്ടാട്ടോ ഇരിക്കുന്നത്. നല്ലൊരു റേഡിയോ, നല്ല ക്ലിയർ ആയിട്ട്. അപ്പോൾ ചേട്ടൻ അയച്ച അതേ കവർ തന്നെ ഞാൻ ഈ സാധനം അയക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്തതിന് ശേഷം അയക്കത്തുള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി.